ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പാൽപ്പായസം റെഡിയാക്കി എടുക്കാൻ നോക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള പാൽപ്പായസമാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പായസം റെഡിയാക്കാനായിട്ട് ഉണങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ നുറുക്കായിട്ട് വരുന്ന ഉണങ്ങലരി വേണം നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. മുഴുവനായിട്ടുള്ള അരി എടുത്താൽ പായസത്തിൽ അത് വലുതായിട്ട് കിടക്കും, മാത്രമല്ല ഇത്രയ്ക്ക് രുചിയും കിട്ടില്ല. അപ്പം ഇങ്ങനെ നുറുക്കായിട്ട് വരുന്ന ഉണങ്ങലരി നോക്കിയിട്ട് വാങ്ങുക. നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമുക്ക് 3 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പാല് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കുക്കർ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് കറിയൊക്കെ വയ്ക്കുന്ന കുക്കറാണെങ്കിൽ ഇതിൽ പുളിരസമൊക്കെ ഉണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ പാല് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പായസത്തിന് ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാവർക്കും പാൽപ്പായസത്തിൽ ഒരു മീഡിയം മധുരമാണ് ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഈ പാല് കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പാൽപ്പായസത്തിന് നല്ല ടേസ്റ്റ് വരിക. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 35 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മധുരമുള്ള എന്ത് ഉണ്ടാക്കുമ്പോഴും അതിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നാലാണ് കറക്റ്റ് ആയിട്ടുള്ള രുചി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. സ്റ്റീം പോയതിന് ശേഷം വേണം തുറക്കാനായിട്ട്. അപ്പോൾ അരി കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. തുറന്നപ്പോൾ കണ്ടില്ലേ, ഇതിൽ പാലും വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അരിയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പാൽപ്പായസത്തിൽ അരി കറക്റ്റായിട്ട് കുക്കായിരിക്കണം. വേവ് കൂടി പോവാനും പാടില്ല. അതുപോലെ തന്നെ വേവ് കുറഞ്ഞു പോയാലും പായസത്തിന് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ പാല് വേവിക്കാൻ വെച്ചിരുന്നത് ഇപ്പം നന്നായിട്ട് സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. തുറന്നതാണ്. കണ്ടില്ലേ, കളറ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എത്രയാണോ പാൽപ്പായസത്തിന് ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരി വേവിച്ചെടുത്ത കുക്കറിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂസിലാണോ പായസം വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, പാല് തന്നെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 4.5 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചില അരിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവിൽ വ്യത്യാസം വരാം.
അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. മധുരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് നമ്മുടെ പാൽ പായസം കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇത് കറക്റ്റ് അളവിന് ആക്കിയെടുക്കുന്നുണ്ട്. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ നെയ്യൊന്നും മൂപ്പിച്ചൊഴിക്കാറില്ല പാൽ പായസത്തിൽ. അപ്പോൾ നന്നായിട്ട് തിളച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് തിക്നെസ്സിലാണ് പായസം ഇരിക്കുന്നത്. മധുരമൊക്കെ കറക്റ്റാണ്. ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ പായസം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരു സ്റ്റീലിൻ്റെ ചെറിയ കലത്തിലേക്കാണ് പകർത്തി കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.